പക്ഷേ ഇപ്പൊ ഇറങ്ങുന്ന പുതിയ വണ്ടിക്ക് വരുന്നുണ്ട്. സർവീസ് അവരത് ഇത്രയൊക്കെ മോശമാണ്. നമ്മൾ ഫിനാൻസ് ചെയ്തേക്കുന്ന ഈ മാസം 1 ലക്ഷത്തിന് പുറത്ത് മാത്രമാണ്. അപ്പൊ ഇതിൽ ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് രാത്രിയോടുകൂടി ബോഡി അവരെന്തൊക്കെയാ ചെയ്യുന്നത്? ഈ ബോഡി മാത്രമാണോ പണി ചെയ്യുന്നത്? അവരെ ബോഡി അപ്പൊ എല്ലാം കൂടി ബോഡി പണിയാനായിട്ട് എത്ര രൂപയാണ് പറയുന്നത്? ഇതിപ്പോ സെറ്റ് വർക്ക്, ലൈറ്റ് വർക്ക്, അതും കൂടെ ആകുമ്പോഴത്തേക്ക് എല്ലാം കൂടി എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു വാഹന വിശേഷമാണ്. വാഹനം എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് വലിയൊരു വണ്ടിയാണ് കേട്ടോ. നോർമലി നിങ്ങൾ നമ്മുടെ വിഹാൻസിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലൂടെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു വെറൈറ്റി സാധനം. അത് ടാറ്റ മാർക്കോ പോളോ ആണെങ്കിൽ ഇതിപ്പോൾ ഏഷ്യർ ആണല്ലേ ചേട്ടാ? ഏഷ്യർ. ഓക്കെ. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് സുമേഷ് ബ്രോ ആണ്. സ്ഥലം തോട്ടയ്ക്കാട്. നമ്മളെ ഓഫീസ് വർക്ക് ചെയ്യുന്നത്, നമ്മളിത് ചെയ്തേക്കുന്നത് നെടുമ്പറമ്പ് ഹൈസ്കൂളിൽ ആ സ്ഥാപനം, മറ്റേ സ്കൂളിൽ ചേർന്നിട്ടൊരു സ്ഥാപനമാണ്. നമ്മളിപ്പം പുതിയ സ്ഥാപനത്തിന്റെ പേര് നമ്മളെ വൈറ്റീകൾ തന്നെ ഓഫീസിന്റെ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പ്രത്യേകത ആദ്യം പറയൂ. നമ്മളെ സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം പാക്കേജ് ചെയ്യും. പിന്നെ നമുക്ക് അത്യാവശ്യം നമ്മളെ ഇതിലിവിടെ ഈ ഏരിയയിലേക്കുള്ളതായാലും പുറത്തേക്കായാലും കോളേജ് ട്രിപ്പായാലും അല്ലാതെ ഏത് രീതിയിലാണെങ്കിലും കല്യാണോട്ടത്തിനായാലും ഏത് രീതിയിലാണ് നമ്മളിപ്പം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ പാക്കേജ് എന്ന് പറയുമ്പോഴത്തേക്ക് കേരളത്തിനകത്താണോ പുറത്തും ചെയ്യാം, നമുക്ക് അകത്തും ചെയ്യാം. കേരളത്തിനകത്ത് തമിഴ്നാട്, നമ്മളെ വേറെ കർണാടക, അങ്ങനെ വിട്ട് നമ്മളെ മൈസൂർ കൂടെ അങ്ങനെ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ വണ്ടി ഏതായിരുന്നു ഉണ്ടായിരുന്നത്? വണ്ടി നമ്മളെ 17 സീറ്ററാണ് ഉണ്ടായിരുന്നത്. ട്രാവലർ. അത് നമ്മളെ ഫ്രഷ് വണ്ടിയായിരുന്നു. നമ്മളെ ഫ്രഷ് കമ്പനിയിൽ നിന്ന് ഇറക്കിയിട്ട് ഇത് ഇറക്കി നമ്മളെ രീതിയിൽ നമ്മളെ ഇഷ്ടത്തിന് പണിത ഒരു വണ്ടിയായിരുന്നു. അത് നമ്മൾ കൊടുക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷേ നമ്മളിപ്പോൾ ഒരു 1.5 മാസത്തിന് മുന്നേ ഇപ്പം നമ്മളത് സെയിലാക്കിയതിന് ശേഷം പിന്നീട് നമുക്ക് അതിലൊരു പോരായ്മ, നമ്മൾ വണ്ടി മോശമായിട്ടല്ല, പക്ഷെ വണ്ടിയുടെ ഒരു എന്താണ് നമുക്കൊരു എല്ലാവർക്കും ഒരു പരാതിയാണ്. എല്ലാവരും പറയുന്നത് വെച്ചാൽ അവർക്ക് ഒന്ന് ഡാൻസ് ചെയ്യാനോ ഒന്ന് എൻജോയ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. കുറച്ച് ഒത്തിരി സ്പേസ് കുറവുണ്ട്, അതുകൊണ്ട്. പക്ഷെ വണ്ടി യാത്രാ സുഖം സൂപ്പറായിരുന്നു, നല്ലതാണ്. ട്രാവൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഒരാൾക്ക് നടന്നു പോകുന്ന സ്പേസ് അല്ല. പിന്നെ നമ്മളെ സീറ്റ് നമ്മളേത് ഇഷ്ടത്തിന് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സ്പേസ് കുറയാറുണ്ട്. പക്ഷെ നമ്മളെ കമ്പനി സീറ്റിൽ വരുമ്പം കുറച്ചും കൂടെ സ്പേസ് ഉണ്ടാവും. നമ്മൾ എടുക്കുന്ന സീറ്റിന് ലെങ്ത് കൂടുതലാണ്. അത് പുഷ് ബാക്ക് സീറ്റ് അല്ലേ? പുഷ് ബാക്ക് സീറ്റ് ആകുമ്പോൾ അതിൻ്റെതായ ഒരു വ്യത്യാസങ്ങൾ അതിനുണ്ടാവും. അപ്പൊ നമ്മളെ കമ്പനി സീറ്റിൽ പുഷ് ബാക്ക് സീറ്റ് വരുന്നില്ല. പക്ഷെ ഇപ്പൊ ഇറങ്ങുന്ന പുതിയ വണ്ടിക്ക് വരുന്നുണ്ട്. അത് നമുക്ക് പുതിയ വണ്ടിയുടെ നമുക്ക് താല്പര്യം. പിന്നെ സർവീസ് അവരത് ഇത്രയൊക്കെ മോശമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പിന്നെ ആ ഭാഗവും പിന്നെ അതുകൊണ്ട് വേണ്ട. വണ്ടി ഫോഴ്സിന്റെ വണ്ടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ അവരെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ട്. അത് വേണ്ട, പോട്ടെ. അല്ല, അത് നമുക്കൊരു വീഡിയോ ഇടാം ഉറപ്പായിട്ടും. ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ഇടണേ, നമുക്കത് ചെയ്യാൻ കേട്ടോ. അതന്നെ. ഓക്കെ.